കാര്യങ്ങളാണ്. എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ ടൗണിലായതുകൊണ്ട് അവിടെ എല്ലാവരും പഴയ ആൾക്കാരും പുതിയ എന്താ പറയുക നമ്മളൊക്കെ ടീനേജുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഒരുമിച്ച് നല്ല കമ്പനിയായിരുന്നു ടൗണിലൊക്കെ താമസിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ചില ചിന്താഗതികൾ നമ്മളെ മറ്റുള്ളവരോട് അതായത് നമ്മൾ ചില നമ്മളെ ഓരോ പിള്ളേരാകുമ്പോൾ ഓരോ സ്ഥലത്ത് പോകണം അങ്ങനെയൊക്കെ നമ്മളെ അമ്മമാരോട് പറയുമ്പോൾ അമ്മമാർ പറയും ഇല്ല പറ്റില്ല പോകരുത്, ഒന്നില്ലെങ്കിൽ നീ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അതായത് സ്വന്തം കാലം നിൽക്കുക അല്ല കല്യാണം കഴിഞ്ഞിട്ടേ അങ്ങനെ ഒരുപാട് യാത്രകളൊക്കെ പോകാൻ സാധിക്കുള്ളൂ. പണ്ടത്തെ കാലത്താണ് ഉള്ളത്. ഇപ്പോഴത്തെ പിള്ളേരോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല, അങ്ങനെ പറ്റത്തില്ല, ഞങ്ങളെ ഫ്രണ്ട്സായിട്ട് പോകും. പണ്ടത്തെ മാതാപിതാക്കളോട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ പറയുന്നതൊക്കെ അനുസരിക്കുമായിരുന്നു. ഇന്നത്തെ കാലാവസ്ഥ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അങ്ങനെയല്ല. ചില കുഞ്ഞുങ്ങൾ അനുസരിക്കുന്നവരുണ്ട്, എന്നാൽ ചിലർ അമ്മമാരോടോ അപ്പന്മാരോടോ അതിൻ്റെ പെർമിഷൻ ചോദിച്ചുകൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. അതുകൊണ്ട് ആരെയും അങ്ങനെ കുറ്റം പറയാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പുതിയ തലമുറ എന്ന് ഉദ്ദേശിച്ചാൽ അവർ ഇപ്പോഴത്തെ സാഹചര്യം നോക്കി പോകുമ്പോൾ പല പല കാര്യങ്ങളിൽ ഓരോരോ എന്താ പറയുക ലഹരി അതുപോലത്തെ പല കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. പഴയ കാരണന്മാരൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മുടെ ആൺകുഞ്ഞുങ്ങളായാലും പെൺകുഞ്ഞുങ്ങളായാലും വൈകുന്നേരം ഒരു പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നീ എവിടെ പോയിരുന്നു, എങ്ങനെ പോയി, എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതിന് ഉണ്ടായിരുന്നു. ഇന്നത്തെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു റിപ്ലൈ ഒന്നും കിട്ടത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഇഷ്ടം എന്നുള്ളൊരു ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു മാറ്റിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോരോ കാര്യങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നീ എവിടെ പോയി, എന്തിനു പോയി, എങ്ങനെയാണോ പോയത്, ആരുടെ കൂടെ ആയിരുന്നു, എവിടെയാണ് ഇത്രയും നേരം സമയം ചെലവിട്ടത്, അതിനൊക്കെ ചോദിക്കാനുള്ള ഒരു റൈറ്റ്സ് നമുക്കുണ്ടെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അതുപോലെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഏറ്റവും കരുതേണ്ടതായിട്ടുണ്ട്. അവരെ എന്താ പറയുക അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ ഒരുവിധം പാരൻസിനും ജോലി കാര്യങ്ങളായിട്ട് കുഞ്ഞുങ്ങളോട് അടുത്തിരിക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. എന്നാലും കൂടിയിട്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ അവരോട് കൂടെ ഷെയർ ചെയ്ത് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി അതിനെ പരിഹാരം കണ്ടുപിടിച്ച് അവരെ കൂടെ നിർത്തിക്കൊണ്ട് നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ വാർദ്ധക്യത്തിലിരിക്കുന്നവർക്ക് നമ്മൾ ജോലിക്കാരായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ അവരെ എപ്പോഴും കെയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ അവരോട് സംസാരിക്കാനും അവരെ പുറത്തു കൊണ്ടുപോകാനും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമ്മൾ ശ്രമിക്കണം.